ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. രാവിലെ ഒരു മോർണിംഗ് ടീ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇന്നത്തെ മോർണിംഗ് ടീയിൽ നിങ്ങളോട് ഞാൻ സയൻസാണ് സംസാരിക്കുന്നത്. ഒരു ചോദ്യത്തിലൂടെ ഒരു അറിവ് രാവിലെ PSC ഉദ്യോഗാർത്ഥികൾക്ക് നൽകുക എന്നതാണ് മോർണിംഗ് ടീയുടെ ലക്ഷ്യം. മോർണിംഗ് ടീ 50 എപ്പിസോഡുകൾ പിന്നിടുകയാണ്. നിങ്ങൾക്ക് ഇത് ഏറെ ഗുണപ്രദമാവട്ടെ എന്ന രീതിയിൽ തന്നെയാണ് ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദയവായി ഈ ഒരു ഹാജാസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടതിനോ അല്ലെങ്കിൽ ക്ലാസ്സിനിടയ്ക്കോ നിങ്ങളുടെ ഒരു വിലപ്പെട്ട കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. ലൈക്കും ഷെയറും എല്ലാം നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ഒരു ചോദ്യത്തിലേക്ക്, കാലാകാലങ്ങളായി PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. എന്താണ് ചോദ്യം? കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ എങ്ങനെയാണ്? പ്രധാനമായും ജീവകങ്ങൾ 13 എണ്ണം എന്നാണ് പറയാറ്. 13 പ്രധാനപ്പെട്ട ജീവകങ്ങൾ ഉണ്ട്. അതിനകത്ത് തന്നെ വേറെയും കാറ്റഗറീസ് ഒക്കെ ഉണ്ടെങ്കിലും ജീവകങ്ങൾ ADEK-B-C, അതിനകത്ത് വൈറ്റമിൻ ബിയുടെ കോംപ്ലക്സുകളെല്ലാം ചേർത്ത് പൊതുവേ നമ്മൾ 13 വൈറ്റമിനുകൾ എന്നാണ് പറയാറുള്ളത്. ഈ വൈറ്റമിനുകളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. ഒന്ന്, കൊഴുപ്പിൽ ലയിക്കുന്നവ ഫാറ്റ് സോളുബിൾ, 2 ജലത്തിൽ ലയിക്കുന്നവ വാട്ടർ സോളുബിൾ. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അഡക്ക് എന്ന് പറയുന്ന ഒരു വാക്കാണ്. അഡക്ക് ADEK, അഡക്ക്. ഈ വാക്ക് മറക്കരുത്. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളെ ഓർത്തു വയ്ക്കാനുള്ള കോഡാണ് അഡക്ക്, ADEK. അപ്പോൾ വാട്ടർ സോളുബിൾ വൈറ്റമിൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ബിയും സിയും. ബി കോംപ്ലക്സ് 8 എണ്ണമുണ്ട്, അതിനോടൊപ്പം സിയും. ഇത് രണ്ടുപേരുമാണ് വാട്ടർ സോളുബിൾ, വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ കൃത്യമായ ഒരു ജോലി നിർവഹണം ഉള്ള ആൾക്കാരാണ് വൈറ്റമിനുകൾ. 1900 മുമ്പ്, 1900 എന്ന് പറയുന്ന ഒരു വർഷമുണ്ടല്ലോ, ആ ഒരു കാലയളവിൽ കാസിമിർ ഫങ്ക് വൈറ്റമിനുകൾക്ക് പേര് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഫ്രെഡറിക് ഹോപ്കിൻസ് എന്ന് പറയുന്ന ഒരാള് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഘടകത്തിൻ്റെ സ്വാധീനം കണ്ടെത്തുന്നു. ആരാ? ഫ്രെഡറിക് ഹോപ്കിൻസ് എന്ന് പറയുന്ന ആള്. ഈ ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ് വൈറ്റമിനുകളുടെ സാന്നിധ്യം ശരീരത്തിനകത്ത്, വൈറ്റമിൻ എന്ന് പേരൊന്നും കൊടുത്തില്ല, എന്തോ കുറെ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുന്നു. 1912 കാസിമിർ ഫങ്ക് എന്ന് പറയുന്ന ഒരാളാണ് ഇതിനെ കറക്റ്റായിട്ട് വൈറ്റമിൻ എന്ന് നാമകരണം ചെയ്യുന്നത്. പല പുസ്തകങ്ങളിലും കാസിമിർ ഫങ്ക് വൈറ്റമിൻ കണ്ടെത്തി എന്നൊക്കെ കാണാം. ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ചില സൈറ്റുകളിലൊക്കെ വൈറ്റമിൻ കണ്ടെത്തിയത് കാസിമിർ ഫങ്ക് 1912 എന്ന് നമുക്ക് കാണാൻ കഴിയും. ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ് വൈറ്റമിൻ എന്ന കുറേ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്, പക്ഷെ ആ സാധനങ്ങളെ കുറിച്ച് പിൽക്കാലത്ത് പഠിച്ച് വൈറ്റമിൻ എന്ന് പേര് കൊടുത്തതാണ് കാസിമിർ ഫങ്ക്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ 2 പേരുകൾ, ഒന്ന് ഫ്രെഡറിക് ഹോപ്കിൻസും കാസിമിർ ഫങ്കും. വൈറ്റമിൻ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിനകത്ത് ഒരു 60 to 70% വാട്ടർ ഉണ്ട്. വാട്ടർ നമ്മുടെ ശരീരത്തിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കോമ്പൗണ്ടാണ്. വാട്ടർ കുടിക്കാതെ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. ഡീഹൈഡ്രേഷൻ വന്നാൽ ചത്തുപോകും. അപ്പം നമ്മുടെ ശരീരത്തിൽ വാട്ടറിൻ്റെ അത്രയും ക്വാണ്ടിറ്റി, ധാതുക്കളും ലവണങ്ങളും ഒന്നും നമുക്ക് വേണ്ട. ജീവകങ്ങൾ, വൈറ്റമിൻ, നമ്മൾ വെള്ളം കുടിക്കുന്നത് പോലെ അത്രയും ക്വാണ്ടിറ്റി ഓഫ് വൈറ്റമിൻ നമുക്ക് ആവശ്യമില്ല. നമ്മുടെ കൃത്യമായ ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാൻ വയ്യാത്ത 2 ഘടകങ്ങളാണ് മിനറൽസും വൈറ്റമിൻസും. മിനറലുകൾ കാൽഷ്യം, മഗ്നീഷ്യം. നമ്മൾ രാവിലെ കഴിച്ചിട്ട് കാൽഷ്യമുള്ള ഫുഡുകൾ മാത്രം കുറേ കഴിക്കുന്നു, ഒരുപാട് കഴിക്കുന്നു, ധാരാളം കഴിക്കുന്നു. അതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ മിനറലുകളും വൈറ്റമിനുകളും ശരീരത്തിന് കുറഞ്ഞ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ.
ഈ വൈറ്റമിനുകൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് പഴങ്ങൾ, പച്ചക്കറികൾ, പാല്, മുട്ട, ഇലക്കറികൾ, ധാതു ലവണങ്ങൾ, വിറ്റാമിനുകൾ, ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് ഇലക്കറികൾ, പച്ചക്കറികൾ, പാല്, മുട്ട. നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയൂലേ, അല്ലേ? അപ്പൊ ഈ പാല്, മുട്ടയൊക്കെ ആ കാറ്റഗറിയിൽ വരുന്ന എല്ലാ സാധനങ്ങളും ഈ പാലിലും മുട്ടയിലും ഉണ്ട്. പാലിലും മുട്ടയിലും നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രധാനപ്പെട്ട ജീവകങ്ങളും അതേപോലെ തന്നെ ധാതുക്കളും, കാൽഷ്യം, ഇതൊക്കെ കുറിച്ച് നമ്മൾ പഠിക്കും. നമ്മൾ ഇന്ന് ഈ മോർണിംഗ് ടീയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫാറ്റ് സോളുബിൾ ആയിട്ടുള്ള വൈറ്റമിനുകളെ കുറിച്ചാണ്. വാട്ടർ സോളുബിൾ വൈറ്റമിൻ വളരെ ആധികാരികമായി നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് മറ്റൊരു ദിവസം ക്ലാസ്സിൽ പറയാം. പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കണം. പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കണം എന്ന് പറയാൻ കാരണം, പച്ചക്കറികൾ നമ്മുടെ ഉച്ചയ്ക്ക് ഊണില് നമ്മൾ ഊണ് കഴിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ പച്ചക്കറികൾ ഉൾപ്പെടുത്തണം. പച്ചക്കറികൾ പച്ചയ്ക്ക് കഴിക്കാൻ ശ്രമിക്കണം. വെള്ളരിക്ക, ക്യാബേജ്, ക്യാരറ്റ്, ഇങ്ങനെയുള്ള പച്ചക്കറി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ എല്ലാം, കാരണം അതിനകത്താണ് വൈറ്റമിൻ ഉള്ളത് കൂടുതലായി. ജീവകങ്ങൾ കണ്ടെത്തിയതാര്? നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, ഫ്രെഡറിക് ഹോപ്കിൻ ആണ് ജീവകങ്ങൾ കണ്ടെത്തിയത്. 1912 അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിന് പേര്, ആ ഒരു കാറ്റഗറി, ഈ ഫ്രെഡറിക് ഹോപ്കിൻസ് കണ്ടുപിടിച്ച ആ പദാർത്ഥങ്ങൾക്ക് വൈറ്റമിൻ എന്ന പേര് നൽകിയത് ആണ് കാസിമിർ ഫങ്ക്. 1912. വൈറ്റമിനുകളെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു, ജലത്തിൽ ലയിക്കുന്നവയും കൊഴുപ്പിൽ ലയിക്കുന്നവയും. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് എ, ഡി, ഇ, കെ. എന്നാൽ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് ബിയും സിയും. ഇനി നമുക്ക് വൈറ്റമിൻ എയെ കുറിച്ച് കേൾക്കാം. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, ഇത് 4 പേരും കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ്. അതിൽ വൈറ്റമിൻ എയെ കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വൈറ്റമിൻ എ അടങ്ങുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായി കഴിച്ചാൽ, പാല്, മുട്ട, പാലിലും മുട്ടയിലുമാണ് വൈറ്റമിൻ എ ധാരാളമായി കാണപ്പെടുന്നത്. വൈറ്റമിൻ എ ധാരാളമായി കാണപ്പെടുന്ന 2 ഭക്ഷണ പദാർത്ഥങ്ങളാണ് പാലും മുട്ടയും. വൈറ്റമിൻ എ കഴിച്ചാൽ പ്രധാനമായി കണ്ണിൻ്റെ ആരോഗ്യം, 2 ത്വക്ക്, 3 മുടി. കണ്ണ്, ത്വക്ക്, മുടി, ഈ 3 പേരുടെയും ആരോഗ്യത്തിന് എസൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ എ. ഓക്കെ, മനുഷ്യ ശരീരത്തിൽ നാച്ചുറലി കാണപ്പെടും. വൈറ്റമിൻ കുറച്ച് നമ്മൾ ജനിച്ചപ്പോഴേ നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. ഇതിന്റെ പേര് കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. റെറ്റിനോൾ, OH ഗ്രൂപ്പ്, ആൽക്കഹോളിക് ഗ്രൂപ്പ് അടങ്ങിയിട്ടുണ്ട്. ക്യാരറ്റ് കഴിച്ചാൽ ക്യാരറ്റിനകത്ത് വൈറ്റമിൻ എ ആകാൻ വെമ്പൽ കൊള്ളുന്ന ചില ഘടകങ്ങളുണ്ട്. ക്യാരറ്റിനകത്ത് വൈറ്റമിൻ എ ആകാൻ സാധ്യതയുള്ള ചില എലമെന്റുകളുണ്ട്, ചില പിഗ്മെന്റുകളുണ്ട്. നിങ്ങൾ ക്യാരറ്റ് കഴിക്കൂ, നമ്മുടെ ശരീരത്തിനകത്ത് വന്നിട്ട് ക്യാരറ്റിനകത്തുള്ള ഘടകങ്ങൾ വൈറ്റമിൻ എ ആയി കൺവേർട്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് ക്യാരറ്റിലെ ഈ ഘടകം പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് കരോട്ടിൻ. ക്യാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന് കാരണമാകുന്ന സാധനമാണ് കരോട്ടിൻ. ഇതിനെ പ്രോ വൈറ്റമിൻ എ എന്നാണ് പറയുക. ക്യാരറ്റ് കഴിക്കുമ്പോൾ വൈറ്റമിൻ എ ശരീരത്തിന് ലഭിക്കാൻ കാരണം ഈ ഒരു ഘടകമാണ് എന്നതാണ്. നമ്മൾ കഴിക്കുന്ന വൈറ്റമിൻ എ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന വൈറ്റമിൻ എയുടെ അളവ് കൂടിയാൽ അത് സംഭരിച്ചു വെക്കുന്ന സ്ഥലമാണ് കരള്. കണ്ണിന്റെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ, ത്വക്കിന്റെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ, മുടിയുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ. വൈറ്റമിൻ എ ഒരാൾക്ക് കുറവുണ്ടായാൽ അയാൾക്ക് 2 രോഗങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്. ഒന്ന്, നിശാന്തത, രാത്രി കാലങ്ങളിൽ അന്ധത, സന്ധ്യസമയമാവുമ്പോൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ വസ്തുക്കളെ കൃത്യമായി കാണാനുള്ള ബുദ്ധിമുട്ട്, ഇതിനെയാണ് നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. 2, സെറോഫ്താൽമിയ. ഇങ്ങനെ 2 രോഗങ്ങൾ വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട്, അപര്യാപ്തത കൊണ്ട് നമുക്കുണ്ടാകാറുണ്ട്. വൈറ്റമിൻ എ ഏറ്റവും ധാരാളമായി കാണപ്പെടുന്നത് ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരള്, പയറിന്റെ ഇല, ചേമ്പില, മുരിങ്ങയില. വൈറ്റമിൻ എ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു പാല്, മുട്ട എന്നൊക്കെ, അല്ലേ?
PSC ചോദിക്കാറുണ്ട് പാലിലും മുട്ടയിലും ഇല്ലാത്ത വൈറ്റമിൻ സി ആണ്. അത് ഓർത്ത് വെക്കണം കേട്ടോ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് PSCക്ക്. വൈറ്റമിൻ എ കണ്ടെത്തിയത് ആര്? വൈറ്റമിൻ എ എന്ന് പറയുന്ന വൈറ്റമിനുകളെ മൊത്തത്തിൽ വൈറ്റമിനുകളുടെ സാന്നിധ്യം, അതാണ് കാസിമിർ ഫംഗ്. തെറ്റൊന്നും പഠിച്ചു കളയരുത്. പല സെന്ററുകളിലും ടീച്ചേഴ്സ് വന്നിട്ട് വൈറ്റമിൻ എഫ് കാസിമിർ ഫംഗിന്റെ പേര് മാത്രം പഠിപ്പിച്ചിട്ട് പോകും. കാസിമിർ ഫംഗിന്റെ കൃത്യമായ ചരിത്രം നമ്മൾ ഇന്നത്തെ മോർണിംഗ് ടീയിലൂടെ കിട്ടിയിട്ടുണ്ട്. ജലം നമ്മുടെ ശരീരത്തിലെ അവശ്യ വസ്തുവിനെ പോലെ 1900 മുമ്പുള്ള 1900 കൃത്യമായ ഇയർ ഞാൻ ഓർക്കുന്നില്ല, 1900 മുമ്പുള്ള ആ ഒരു സമീപ വർഷത്തിലാണ് ഫ്രെഡറിക് ഹോപ്കിൻസ് പറഞ്ഞത് ജലത്തെ പോലെയുള്ള നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ചില ഘടകങ്ങളുണ്ട്, അങ്ങനെ ഒരു സാധനം നമ്മുടെ ശരീരത്തിനകത്തുണ്ട് എന്ന് പറയുന്നത് ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ്. അത്തരം ആൾക്കാരെ എല്ലാം കൂടെ ചേർത്താണ് കാസിമിർ ഫംഗ് വൈറ്റമിൻ എന്ന് പേര് കൊടുക്കുന്നത്. അതിനകത്ത് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നു വൈറ്റമിൻ എ എന്നൊരു സാധനമുണ്ട്. അതാണ് മാർഗരറ്റ് ഡേവിഡും മക്കുല്ലവും എൽമർ മക്കുല്ലവും വൈറ്റമിൻ എ കണ്ടെത്തിയത്. ചോദിച്ചിട്ടുണ്ട് വൈറ്റമിൻ എ കണ്ടെത്തിയത് ആരും? കാസിമിർ ഫംഗ് അല്ല, മക്കുല്ലം. ഇങ്ങനെ എന്തെല്ലാം പഠിക്കാൻ കിടക്കുന്നു എന്നുള്ളതാണ്. വൈറ്റമിൻ എയെ കുറിച്ച് നമ്മൾ കേട്ടു. വൈറ്റമിൻ എ റെറ്റിനോൾ എന്നറിയപ്പെടുന്നു, ശാസ്ത്രീയ നാമം റെറ്റിനോൾ. വൈറ്റമിൻ ഡിയെ കുറിച്ചാണ് നമുക്ക് രണ്ടാമത് കേൾക്കേണ്ടത്. വൈറ്റമിൻ ഡിയെ കുറിച്ച് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. സൂര്യപ്രകാശം കിട്ടിയാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഒരു വൈറ്റമിൻ നിർമ്മിക്കപ്പെടും. ആ വൈറ്റമിന്റെ പേരാണ് വൈറ്റമിൻ ഡി. പച്ചക്കറികളിൽ നിന്ന് കിട്ടൂല, സൂര്യപ്രകാശത്തിൽ നിന്ന് മാത്രമേ കിട്ടൂ. വൈറ്റമിൻ ഡി കിട്ടും. പിന്നെ ടാബ്ലറ്റുകളൊക്കെ ഉണ്ട് വൈറ്റമിൻ ഡിയുടെ. എല്ല്, പല്ല് ഇതിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വെളുത്തത് വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ വെളുപ്പാണ്. അപ്പം ബോൺ, ടൂത്ത് ഇവരുടെയൊക്കെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കാൽസ്യം, ഫോസ്ഫറസ് ഇത് രണ്ടും അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. കാൽസ്യം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നെത്തോലിമീൻ കഴിക്കുന്നു, അല്ലെങ്കിൽ കാൽഷ്യം അടങ്ങുന്ന പാല് കുടിക്കുന്നു. പാലിനകത്ത് കാൽഷ്യം ഉണ്ട്. പക്ഷെ നമ്മുടെ ശരീരത്തിനകത്ത് വൈറ്റമിൻ ഡി ഇല്ല. എന്ത് സംഭവിക്കും? വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന കാൽഷ്യമോ ആയിട്ടുള്ള ഫുഡുകളിൽ നിന്നൊന്നും അതിന്റെ ഗുണമൊന്നും നിങ്ങൾക്ക് കിട്ടൂല. കാരണം ആ വൈറ്റമിൻ ഡിയെ ഓരോ ഫുഡിൽ നിന്നും ആഗിരണം ചെയ്തെടുക്കണമെങ്കിൽ, കാൽഷ്യത്തെ ആഗിരണം ചെയ്തെടുക്കണമെങ്കിൽ വൈറ്റമിൻ ഡി ശരീരത്തിനകത്ത് വേണം. വൈറ്റമിൻ ഡി വേണമെങ്കിൽ നമ്മൾ നല്ലതുപോലെ സൂര്യപ്രകാശം, രാവിലെയും വൈകുന്നേരമുള്ള സൂര്യപ്രകാശം കൃത്യമായി കൊള്ളണം. ഇനി ഇവയെ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നും പറയാറുണ്ട്. ജീവകൻ ഡിയുടെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ പറയണം കാൽസിഫറോൾ. സൂര്യപ്രകാശത്തിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇവനെ നമ്മൾ സൺഷൈൻ വൈറ്റമിൻ എന്നും പറയാറുണ്ട്. ശ്രദ്ധിക്കേണ്ടത്, സൺഷൈൻ വൈറ്റമിൻ എന്നും ഈ വൈറ്റമിനെ നമ്മൾ പറയാറുണ്ട്. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം വൈറ്റമിൻ ഡിയെ ആണ്. വൈറ്റമിൻ ഡി. ഇനി വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന രോഗം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം റിക്കറ്റ് കുട്ടികളിൽ. അപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്. മുതിർന്നവരിൽ ഓസ്റ്റിയോ മലേഷ്യ. ഓസ്റ്റിയോ എന്ന വാക്ക് കേൾക്കുമ്പോഴേ നമ്മൾ പറയണം അത് എല്ലുമായി ബന്ധപ്പെട്ടത്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ് റിക്കറ്റ് അല്ലെങ്കിൽ കണരോഗം. ഇനി വൈറ്റമിൻ ഡി ധാരാളമായി കാണപ്പെടുന്ന ഒന്നാണ് മത്സ്യ എണ്ണ, ഫിഷ് ഓയിൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ജിമ്മിൽ പോകുന്നവരടുത്തൊക്കെ പറയും ഫിഷ് ഓയിൽ. ഫിഷ് ഓയിൽ നല്ലതാണ്, ഹാർട്ടിന് നല്ലതാണ്, ഹാർട്ടിന്റെ പമ്പിങ്ങിന് നല്ലതാണ് ഫിഷ് ഓയിൽ. ഡെയിലി ഒരെണ്ണം കഴിക്കുന്നത് ഒരു ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരാളിന് നല്ലതാണ്. നിങ്ങൾ ആരോഗ്യം സംരക്ഷിക്കാത്ത ഒരാളാണ്, നിങ്ങൾ എല്ലാ ദിവസവും വൈറ്റമിൻ ഡിയുടെ ഈ ഫിഷ് ഓയിൽ കഴിക്കുന്നുണ്ട് എങ്കിൽ പോലും ഗുണം കിട്ടും. ആരോഗ്യം സംരക്ഷിക്കുന്ന ആളാണ്, ആരോഗ്യത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാവുന്ന ഒരാളാണ്, അങ്ങനെ മാറ്റിവെക്കാറുണ്ട് എങ്കിൽ ഇതിന്റെ ഗുണം ഇരട്ടിയാണ്. വൈറ്റമിൻ ഡി പ്രധാനമായും ലഭിക്കുന്ന ഭക്ഷ്യവസ്തുവാണ് പാലുൽപ്പന്നങ്ങൾ. വൈറ്റമിൻ ഡി ആയി മാറുന്ന കൊഴുപ്പാണ് എർഗോസ്റ്റിറോൾ. നമ്മുടെ ത്വക്കിന്റെ താഴെയാണ് ഈ ഒരു കൊഴുപ്പ് കാണപ്പെടുന്നത്. സൂര്യപ്രകാശം അടിക്കുമ്പോഴാണ് അത് വൈറ്റമിൻ ഡി ആയി കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, പിന്നെ ഒരു 2 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പയോറിയ ബാധിക്കുന്ന അവയവം മോണ, പെല്ലഗ്ര ബാധിക്കുന്നത് ത്വക്ക്. ഇത് 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതിനിടയിൽ പറയുന്നതാണ്. അടുത്തത് വൈറ്റമിൻ ഇ ആണ്.
നമ്മൾ 4 വൈറ്റമിനുകളെ കുറിച്ചാണ് ഇന്ന് മോർണിംഗ് ടീയിൽ സംസാരിക്കുന്നത്. അതിൽ മറ്റൊരു വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. ഇതിന്റെ ശാസ്ത്രീയ നാമം ടോക്കോഫിറോൾ എന്നാണ്. ടോക്കോഫിറോൾ എന്നാണ്. ഫിറോൾ, ടോക്കോഫിറോൾ എന്നല്ല, ടോക്കോഫിറോൾ എന്നാണ്. ഇതിന്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് വന്ധ്യത. കുഞ്ഞുങ്ങളുണ്ടാകാത്ത അവസ്ഥ. ഇതൊരു രോഗമൊന്നുമല്ല. പണ്ടാണ് ഇതൊരു വലിയ അപകർഷതാബോധമൊക്കെ, കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഒരു വലിയ അപകർഷതാബോധം. ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഒരു പ്ലാൻ ചെയ്യാണ്, കുഞ്ഞുങ്ങൾ വേണ്ട. അപ്പൊ ഇതൊരു രോഗമാണോ എന്ന് ചോദിച്ചാൽ രോഗമല്ല, ഇതൊരു അവസ്ഥ, ഒരു കണ്ടീഷനാണ്. ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ അടങ്ങുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാൽ എന്താണ്? ഹൃദയം സംരക്ഷിക്കപ്പെടും. ഹൃദയത്തിന്റെ കാവൽക്കാരൻ, ഹൃദയത്തിന്റെ സംരക്ഷകൻ, പ്രൊട്ടക്ടർ ഓഫ് ഹാർട്ട് എന്നാണ് വൈറ്റമിൻ ഇയെ അറിയപ്പെടുന്നത്. വൈറ്റമിൻ ഇ നന്നായിട്ട് കഴിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ സ്കിന്നിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവിടെ കൃത്യമായി റിപ്പയറിങ് നടക്കും. അതുകൊണ്ട് ഇവനെ നമ്മൾ ബ്യൂട്ടി വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം. ചില ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് അവിടുത്തെ ട്രെയിനർ പറയും മുട്ട കഴിക്കണം, 10 20 കഴിക്കണം, എല്ലാത്തിൻ്റെ മഞ്ഞ കളയാൻ പറയും. മഞ്ഞ കുറച്ച് നമ്മുടെ ശരീരത്തിന് വേണം. കാരണം അതിനകത്താണ് ഈ വൈറ്റമിൻ ഉള്ളത്. ജീവകം ഇ മുട്ടയുടെ മഞ്ഞയിൽ കാണപ്പെടുന്നു. ഓക്കെ, നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ഇത്. ഇത് പ്രധാനമായും നമുക്ക് ലഭിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്നാണ്. സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. അത് നമ്മൾ കേൾക്കാൻ പോകുന്നത് വൈറ്റമിൻ കെയെ കുറിച്ചാണ്. വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം, സയന്റിഫിക് നെയിം ഫില്ലോക്വിനോൺ എന്നാണ്. ഫില്ലോക്വിനോൺ. ഹാർട്ടിന് വൈറ്റമിൻ ഇ അത്യന്താപേക്ഷിതമാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാലിന്യ സംസ്കരണശാല എന്നറിയപ്പെടുന്നത് കരളാണ്. മനുഷ്യ ശരീരത്തിലെ മാലിന്യ സംസ്കരണശാല എന്നറിയപ്പെടുന്നത് കരളാണ്. ഈ കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ കെ. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം, തണുപ്പിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെടും. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ്. കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം. നമ്മുടെ കുടലിൽ ബാക്ടീരിയകൾ, നമ്മൾ ഈ ഡൈജഷനുമായി ബന്ധപ്പെട്ട് ഓരോ പാർട്ടുകൾ, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ ഒക്കെ പറഞ്ഞപ്പോൾ, സ്റ്റൊമക്ക് പാർട്ട്, അതെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെയുടെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ എന്ന് പറയും. രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന കാലതാമസം. വൈറ്റമിൻ കെയുടെ കുറവ് കൊണ്ട് രക്തം കട്ട പിടിക്കാത്ത ഒരു കണ്ടീഷൻ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഹീമോഫീലിയ എന്ന് പറയുക. ഇത് ലോകത്ത് ഒരുപാട് ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. രക്തം കട്ട പിടിക്കാത്ത, എന്നാൽ ശരീരത്തിനകത്ത് ഒരു മുറിവുണ്ടായാലോ മറ്റു ചില സന്ദർഭങ്ങളിലോ രക്തം കട്ട പിടിക്കേണ്ടതായിട്ടുണ്ട്. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ. ലോകത്തെ ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ഈ വൈറ്റമിൻ കെ ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് ക്യാബേജ്, ചീര, കോളിഫ്ലവർ. ക്യാബേജിലൂടെയും ചീരയിലൂടെയും കോളിഫ്ലവറിലൂടെയുമാണ് വൈറ്റമിൻ കെ നമുക്ക് ലഭിക്കുന്നത്. വൈറ്റമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കും. വൈറ്റമിൻ ഇ ആണെങ്കിൽ റീപ്രൊഡക്റ്റീവ് വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുക. കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സഹായിക്കും. ആ വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഡി ആണെങ്കിൽ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതം. വൈറ്റമിൻ എ ആണെങ്കിൽ കണ്ണ്, ത്വക്ക്, അല്ലെ, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്, മുടി, ഇവയുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വൈറ്റമിൻ കെയെ കുറിച്ച് പറഞ്ഞു നിർത്തുന്നു. 4 വൈറ്റമിനുകൾ ആധികാരികമായി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. വൈറ്റമിൻ വളരെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് വലിച്ചുവാരി വൈറ്റമിൻ കഴിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് അപകടമുണ്ടാക്കും. അത് ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറയുന്ന വൈറ്റമിൻ്റെ അളവ് കൂടിയാലുണ്ടാകുന്ന രോഗങ്ങളിലേക്ക് അത് വഴിവെക്കും. വൈറ്റമിൻ ഒരു ഒപ്റ്റിമം കണ്ടീഷനിൽ വളരെ ശരീരത്തിന് ആവശ്യം എത്രയാണോ അത് നോക്കിയിട്ട് നമ്മൾ കഴിച്ചാൽ മതിയാവും. അപ്പോൾ മോർണിംഗ് ടീ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് വീണ്ടും ഈ ക്ലാസ് ചെയ്യാനുള്ള നമ്മുടെ എനർജി എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ നിങ്ങളിത് ഒരു കമൻ്റ് ഇടാൻ മടിക്കുമ്പോൾ നമ്മളും മാനസികമായി തളരും. അതുകൊണ്ട് ക്ലാസ്സുകൾ വരാൻ വൈകുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ നിന്ന് പോവുകയോ ഒക്കെ ചെയ്യും. നമ്മളും മനുഷ്യരല്ലേ, നിങ്ങളെപ്പോലെ. അപ്പോൾ നിങ്ങളൊരു കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഒരിക്കലും.
നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം, കൊള്ളാമെങ്കിൽ, ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പോൾ നമുക്ക് വീണ്ടും നാളത്തെ മോർണിംഗ് ടീയിൽ ഒരു പുതുമയുള്ള ഒരു പുതിയ ടോപ്പിക്കുമായി കാണാം. ബൈ ബൈ.